സോ ഹലോ ഗൈസ്, ഐ എം ആകാശ്. വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ആൻഡ് ടോക്ക് വിത്ത് ആകാശ്. അനോ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അഫ്കോഴ്സ് കുറച്ച് ബിസി ആയിപ്പോയി. ഐ തിങ്ക് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്നെൻ്റെ ഒരു ഓർമ്മയിലുള്ളത് GTA ട്രിലോജി ഡെഫിനിറ്റീവ് എഡിഷൻ്റെ ട്രെയിലർ അതൊന്ന് നമ്മുടെ അക്കൗണ്ടിലൊന്നും ഇട്ട് കുറച്ച് കോപ്പി സ്ട്രൈക്കൊക്കെ കിട്ടി ഇരുന്നു. അത് GTAയുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ കോപ്പി സ്ട്രൈക്ക് വന്നു. പിന്നെ നമ്മളതിന് തൊട്ട് മുമ്പ് ലാസ്റ്റ് ഇട്ടല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതിന് ശേഷം ലാസ്റ്റ് ഫേസ് വീഡിയോ ഇട്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്രിലോജിയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള GTA ഗെയിം റിലീസാകുന്നു എന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയ ആ ഒരു ഇതിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ലാസ്റ്റ് സംസാരിക്കുക, അല്ലെ നമ്മളൊന്ന് ലാസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ചാനൽ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനിലാണ്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഈ ചാനലിന് മുന്നോട്ടേക്കുള്ള ആക്റ്റീവായിട്ടുള്ള എന്തോരമായിരിക്കും എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രെയിലർ റിയാക്ഷനായിട്ടാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഗെയിമിംഗ് ആൻഡ് ടോക്ക് വിത്ത് ആകാശ് എന്നാണ്. സോ ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു ട്രെയിലർ 2 വീക്സ് മുമ്പ് ഇറങ്ങിയതാണ്. ഞാൻ ഇപ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴാണ് ആ ന്യൂസ് അറിയുന്നത്. ഞാൻ അത്ര ഇതാക്കിയിരുന്നില്ല. സോ വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ആൻഡ് ടോക്ക് വിത്ത് ആകാശ്. ഇറ്റ്സ് ആകാശ് ഹിയർ. ലെറ്റ്സ് ഗോ. സോ മാർവൽ 1943 റൈസ് ഓഫ് ഹൈഡ്ര എന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്റ്റോറി ട്രെയിലറാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. Okay, so they're combing the streets. Forward. Searching house to house. If they arrest you two, they will take you to their headquarters and you will not return. Oh, Captain America shield. I'm more concerned like with the 6-foot cat. Black Panther അതിൽ നമുക്ക് സിവിൽ വാറിനകത്ത് കണ്ടതാണ്. ബ്ലാക്ക് പാന്തർ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു എക്സാക്റ്റ് സെയിം സ്ക്രാച്ച് തന്നെയാണ് നമുക്കിപ്പം ഇവിടെയും കാണാൻ കഴിയുന്നത്. ലൈക്ക് ബ്ലാക്ക് പാന്തർ സ്ക്രാച്ച് ചെയ്തതിൻ്റെ അതായത് ഒരു സെയിം സ്ക്രാച്ച്, അതും ആ ഒരു സെയിം ഷോട്ടുണ്ട്. ആ ഒരു ഷീൽഡ് താഴെ കിടക്കുന്ന അത് സെയിം ഷോട്ട്, സിനിമാറ്റിക് ഷോട്ട്. ഓക്കെ, സ്റ്റീവ് come on, Catman, who's got claws that can cut through vibranium alloy. Oh, Skydance ന്യൂ മീഡിയ. ഇത് എനിക്കൊരു നമ്മുടെ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയുണ്ട്. ലൈക്ക് എക്സാക്ട്ലി അതിൻ്റെ ഒരു ടൈറ്റിൽ റിവീലിംഗ് ഇതായിരുന്നു സാധനം. ഇതായിരുന്നു എന്നല്ല, ഇതുപോലെയായിരുന്നു. മേ ബി എനിക്ക് തോന്നിയതാവാം. ലെറ്റ്സ് ഗോ. Black Panther. 2 super soldiers loose in Paris. 3, counting you, and that's 2 too many. Okay. I'll be there before the sun rises, before the Germans, before that American. The Eye of Force has been found. Please, just stick to the rooftops. Oh. Careful. എക്സാക്ട്ലി ഒരു ബാറ്റ്മാനെ പോലെ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ബ്ലാക്ക് പാന്തറിനെ ഫീൽ ചെയ്യുന്നത്. എക്സാക്ട് സിമിലർ. ഞാൻ കൂടുതലായിട്ട് ട്രെയിലർ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ജസ്റ്റ് വെയിറ്റ്. പോസ്റ്റ് എനിക്ക് അങ്ങനെ പോസ്റ്റിലുള്ള എഡിറ്റിംഗ് അധികം അറിയാത്തതുകൊണ്ടാണ്. The American boy is right on your heels. Who the hell are you? If you wanted us dead, we'd be dead. So what do you want? Answers. Oh. Stay out of my way. Stand aside! I do not take orders from anyone. I don't have time for this. Neither do I. Wow. കോപ്പിറൈറ്റ് ഉറപ്പാണ് ഗൈസ്. 2025 നെക്സ്റ്റ് ഇയർ.
ഓക്കെ, സോ ട്രെയിലറിനെ പറ്റി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്, ബ്ലാക്ക് പാന്തർ സ്ക്രാച്ച്, എക്സാക്റ്റ് എനിക്കൊരു ഫിലിം റെഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു, സിവിൽ വാർ. ആൻഡ് ഇതിനകത്ത് തിച്ചാലയല്ല ബ്ലാക്ക് പാന്തർ, കാരണം 1943 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ തിച്ചാക്കയാണ് ബ്ലാക്ക് പാന്തറായിട്ട്, തിച്ചാലയുടെ ഫാദർ തിച്ചാക്കയാണ് ഇതിനകത്ത് ബ്ലാക്ക് പാന്തറായിട്ട് വരാൻ ചാൻസ് എന്ന് ഞാൻ കേട്ടായിരുന്നു. അറിഞ്ഞൂടെ ഇങ്ങനൊരു ഗെയിം ഇറങ്ങുന്നുണ്ടെന്ന് ഞാനൊരു കുറച്ച് നാളായിട്ട് അറിഞ്ഞു, ബട്ട് ട്രെയിലർ ഇറങ്ങിയൊന്നും അറിഞ്ഞില്ലായിരുന്നു. ദെൻ ഞാൻ വലിയൊരു ട്രെയിലർ റിവ്യൂവർ ഒന്നുമില്ല, ഫസ്റ്റ് റിവ്യൂ ആണ് എൻ്റെ ഇത്, അതുകൊണ്ടായിട്ടുള്ള ഒരു പോരായ്മകളൊക്കെ വരും. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് ആൻഡ് ഫോർഗിവ് ഇറ്റ്. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എനിക്ക് ബ്ലാക്ക് പാന്തറിനേക്കാൾ കൂടുതൽ ബാറ്റ്മാൻ ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിന് തോന്നി. വേറൊന്നുമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ കേപ്പിട്ട് അതേപോലെ റൂഫ് അറ്റാക്ക് ചെയ്ത് സ്റ്റെൽത്ത്. ബേസിക്കലി ബ്ലാക്ക് പാന്തർ ഈസ് എ ഫിയർലെസ് വൺ ഇൻ കോമിക്സ് മൂവി. ഏതെടുത്താലും ഫിയർലെസ് ക്യാരക്ടറാണ് ബ്ലാക്ക് പാന്തർ. ബ്ലാക്ക് പാന്തർ മൂവീസിലാകെ ഫിയർ ചെയ്തിട്ടുള്ളത് താനോസിനെ മാത്രമാണ്, വേറെ ആരും ഫിയർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് പാന്തർ ഒരിക്കലും ലൈക്ക് ബ്ലാക്ക് പാന്തറിൻ്റെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ തിച്ചാലയുടെ ആൻസിസ്റ്റേഴ്സ് തന്നേക്കാൾ ക്രൂരരാണെന്ന് തിച്ചാലെ മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ മൂവിക്കകത്ത്. അങ്ങനെയുള്ളൊരു കഥാപാത്രം ഇങ്ങനെ സ്റ്റെൽത്ത് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പം ഐ വാസ് ലൈക്ക് എക്സാക്റ്റ് ബാറ്റ്മാൻ, ഡാർക്ക് നൈറ്റ് അല്ലെ ബാറ്റ്മാൻ. അങ്ങനെ ബാറ്റ്മാൻ്റെ കുറേ ഗെയിംസ് ഉണ്ട്, ഞാൻ കുറച്ച് 1-2 കളിച്ചിട്ടുണ്ട്. സോ അതിനകത്തൊക്കെ സ്റ്റെൽത്ത് പോലെ നമുക്ക് ഫീൽ ചെയ്തു. എക്സാക്ട്ലി സെയിം സ്റ്റെൽത്താണ്, ബട്ട് മേ ബി ഗെയിമിൽ സ്റ്റെൽത്ത് മാത്രം ആയിരിക്കത്തില്ലല്ലോ. സ്റ്റെൽത്ത് മാത്രമായിട്ട് ബ്ലാക്ക് പാന്തറിന് ഒതുക്കത്തില്ല, കാരണം അത്രയ്ക്ക് സ്ട്രോങ് ക്യാരക്ടറാണ്. ഇതിനകത്ത് ബ്ലാക്ക് പാന്തർ വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. റൈറ്റ് ഓഫ് ഹൈഡ്ര എന്ന് പറയുമ്പോൾ ഇപ്പം മേ ബി അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാവാം. ലൈക്ക് ബ്ലാക്ക് പാന്തർ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഹൈഡ്രയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ടാവാം ഇതിനകത്ത് വരുന്നത്. അപ്പം അതാണ് യു കാൻ സ്റ്റോപ്പ് മീ, ഐ ഡോണ്ട് ടേക്ക് എനി ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ തരുന്നത്. ലൈക്ക് അവർ രണ്ടുപേരും ശത്രുക്കളെ പോലെയാണ്, അല്ലെങ്കിൽ ഇതൊരു പോസിബിളാണ്. ലൈക്ക് അവർ രണ്ടുപേരും ജോയിൻ ആയിട്ട് ഒരു ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ആ ഫസ്റ്റിലത്തെ ഒരു തംബ്നെയിൽ കണ്ടാലറിയാം, അവർ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് തംബ്നെയിൽ. അപ്പം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരിക്കും ഹൈഡ്രയ്ക്കെതിരെ. ആൻഡ് അത് എനി മൊമെൻ്റ് ഓർ എനി ഇൻസ്റ്റൻറ്റ് ബ്ലാക്ക് പാന്തറിന് ഹൈഡ്രയോടുള്ള ഒരു ഹൈഡ്രയല്ല അല്ലെങ്കിൽ റെഡ് സ്കല്ലിനെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ വരുന്ന രീതിയിൽ സംതിങ് മസ്റ്റ് ഹാഡ് ഹാപ്പൻഡ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കഥ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പോലീസ് നമുക്കറിയാം കില്ല് ചെയ്യത്തില്ല ആരെയും. പുള്ളിക്കാരൻ എപ്പോഴും പുൾ ബാക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ലൈക്ക് സ്പൈഡർമാൻ. അപ്പോൾ റെഡ് സ്കല്ലിനെ കൊല്ലുക എന്നുള്ളതല്ല, റെഡ് സ്കല്ലിനെ തടവിലാക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റൻ അമേരിക്ക ഇതുവരെ എല്ലാ മൂവീസിലും കോമിക്സിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് റെഡ് സ്കല്ലിനെ കൊല്ലാൻ എന്നുള്ളൊരു ഇൻറ്റൻഷന് ബ്ലാക്ക് പാന്തർ വരുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നതാവാം. അപ്പോൾ അവരമ്മ അത്ര ക്ലോസ് ആയിരുന്നു എന്ന് നമ്മൾ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് ആ ഒരു കറങ്ങി വന്നുള്ളൊരു ടോക്കുണ്ട് നമ്മൾ ഷീൽഡ് അറിഞ്ഞതിന് ശേഷം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഇതിനകത്തൊരു ലേഡി ക്യാരക്ടർ ഒരു സോൾജി ക്യാരക്ടറും കൊണ്ടാണ്. അവർ രണ്ടുപേരാണ് മെയിൻ, ബാക്കിയുള്ള 2 തംബ്നെയിലിൽ വന്നിരുന്നവർ. അപ്പം അവരാരാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ വലിയ കോമിക്സ് ഒന്നും വായിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. ലൈക്ക് എക്സാക്ട്ലി ചെറുതായി കേട്ടിട്ടുണ്ട്, കോമിക്സ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്, കുറേ യൂട്യൂബ് ചാനൽ തന്നെ അതിന് അവൈലബിൾ ആണ്. അവരോട് വേണം പ്രൊമോട്ട് ദം, അവർക്ക് വേണം കാശ് എന്നാൽ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. ചുമ്മാ ഒരു മൈ ഫേവറേറ്റ് യൂട്യൂബ് ഈസ് കോമിക് മോജോയുടെ വീഡിയോസാണ് ഞാൻ കൂടുതൽ കാണാറ്. അവരിങ്ങനെ പറയുന്ന സ്റ്റോറീസ് കേട്ടുള്ളൊരു അറിവേ ഉള്ളൂ എനിക്ക്. സോ അതുകൊണ്ട് എനിക്ക് 2 ക്യാരക്ടേഴ്സ് ആരാന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല. സോ നമുക്ക് ലെറ്റ്സ് വെയിറ്റ്. 2025 റിലീസാവുന്നത്. ഇപ്പോഴേ ഇത് ഈ ലാസ്റ്റ് അവഞ്ചർ ഗെയിം ഉണ്ട്, അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം. ആൻഡ് അതിൻ്റെ ട്രെയിലർ വാസ് ലൈക്ക് ഓസം. GTA 5 കടത്തി വെട്ടും എന്നൊക്കെ ഉള്ളൊരു നല്ല എക്സ്പെക്റ്റേഷനിൽ വന്നൊരു ട്രെയിലറായിരുന്നു അവഞ്ചറിൻ്റെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ നിരാശപ്പെടുത്തി കളഞ്ഞു ഗെയിം പ്ലേയിൽ വന്നപ്പം. കട്ട് സീൻസ് അവിടെയും ബെറ്റർ ആയിരുന്നു അവരുടെ, ബട്ട് സ്റ്റിൽ വെൻ ഇറ്റ് കം ടു ഗെയിം പ്ലേ നിരാശപ്പെടുത്തി കളഞ്ഞു അവർ. നമ്മളിതുപോലെ നോക്കും ഇനിയും ഇതുപോലെ ട്രെയിലർ റിയാക്ഷൻസൊക്കെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം
ഞാനങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഗെയിമിംഗ് കോണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ, അല്ലാത്ത കോണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ, ലൈക്ക് ടോക്ക് ചെയ്യാൻ നമ്മൾ ഇതിനു മുമ്പ് ചാനൽ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. നോർമൽ ടോക്സ്, അതായത് കോയിൻസിഡൻസ്, 6 കോയിൻസിഡൻസിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് ഫേസ് റിവീലിംഗ് വീഡിയോ. ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കുറേ ടോപ്പിക്സ് പറയുന്നുണ്ട്, വിത്ത് ഇൻക്ലൂഡിങ് ഗെയിംസ്, ഈവൻ ഹാക്ക്ഡ് വേർഷൻ ഓഫ് WWE മേഹം വരെയാണ് നമ്മൾ ഗെയിംസിനെ ഫോക്കസ് ചെയ്ത് ഗെയിം പ്ലേ ആയിട്ട് വിട്ടിട്ടുള്ളത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ ആകാശ്, സൈനിങ് ഔട്ട് ഫ്രം ഗെയിമിംഗ് ആൻഡ് ടോക്ക് വിത്ത് ആകാശ്. താങ്ക് യു.